ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മാതിരി ഞാൻ രാവിലെ നീച്ച് എൻ്റെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടിക്കാൻ വത്തയ്ക്ക മുറിച്ച് കൊടുക്കാം കേട്ടോ. ഈ വത്തയ്ക്കയിൽ അധികം വലിയ കുരുകളാണ് കേട്ടോ. ഈ വലിയ വത്തയ്ക്കയിൽ നല്ല കുരുകളുണ്ടാവും. പ്രഗ്നൻറ്റി ടൈമിൽ എൻ്റെ ചക്കരക്കുട്ടിക്ക് വലിയ കുരുകൾ ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അവൾക്ക് എന്നും കൈ കൊണ്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് വെറുപ്പാണിത്. അപ്പോൾ ഞാൻ അവൾക്ക് എന്ത് ചെയ്യും, ഇത് കോല് എടുത്ത് കൊടുക്കുക. പോവണമെന്ന ചക്കരെ അപ്പോൾ കഴിച്ചോളും. പിടിച്ചോ ചക്കര കഴിക്കക്കരെ. അപ്പോൾ ചക്കരക്കുട്ടീനെ എങ്ങനെ കേട്ടോ എന്ത് കഴിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ കഴിപ്പിക്കും. അതുമാതിരി തന്നെ നമ്മൾ എന്നും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മളെ പപ്പായ മരം കണ്ടില്ലേ, ഇവിടെ ഈ പപ്പായ മരം ഒന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കൂല കേട്ടോ. വെള്ളം അല്ലെങ്കിൽ അത് വളരുന്നുള്ളതില്ല. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളും കൊണ്ട് നിൽക്കുന്ന പപ്പായ കണ്ടപ്പോൾ ഞാൻ എന്നും കഞ്ഞിവെള്ളം തണുത്തത് കൊണ്ടുപോയി രാവിലെ ഒഴിച്ചു കൊടുക്കും. അല്ല തക്കൂട് കുഞ്ഞാവകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ പപ്പായ മരത്തിന്. അതുമാതിരി തന്നെ നമ്മളെ അയൽവക്കത്തൊരു ചേച്ചീൻ്റെ വീട്ടിൽ വലിയൊരു മാവുണ്ട് കേട്ടോ. ആ മാവ് നമ്മളെ മുറ്റത്തിലേക്കാണ് തൂങ്ങി നിൽക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ജോലി തരും കണ്ടോ. ഇലകൾ നിറഞ്ഞ് കിടക്കും. എന്നും ഉണ്ടാവട്ടെ ഒരു ചാക്ക് വരണതിന്. എന്നാലും എനിക്ക് പ്രോബ്ലം അല്ല. കാരണം ഇടയ്ക്ക് അത് ഓരോ കുഞ്ഞു മാങ്ങ തരും. അതുമാതിരി തന്നെ നല്ല തണലും തരും കേട്ടോ. ഈ ചേച്ചീൻ്റെ മുറ്റത്തുള്ള ഈ മാമ്പഴത്തിൻ്റെ മരം നല്ല തണലും തരും. അപ്പോൾ നമുക്കതൊരു ഇഷ്ടമാണ് കേട്ടോ. ആരും നമ്മളടുത്തുള്ള മരങ്ങളൊന്നും മുറിച്ച് കളയാൻ പറയരുത്. നമുക്ക് തണലും മാമ്പഴം തരുന്നത് നമുക്ക് സന്തോഷമല്ലേ. മാമ്പഴം നമ്മൾ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് വാരിക്കൂടെ. അപ്പോൾ ഞാനിത് അടിച്ച് വാരട്ടെ. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണേ.